അങ്ങനെ മറ്റൊരു രേണുസുതി കണ്ടന്റുമായിട്ട് നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട്. ഈ ഒരു രേണുസുതിയെ ബന്ധപ്പെട്ട് വരുന്ന കണ്ടന്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഡിസ്ക്ലെയിമർ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ഇത്തരത്തിലുള്ള കണ്ടന്റുകളും കാര്യങ്ങളൊന്നും കേൾക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഈ ഒരു വീഡിയോ ഇപ്പൊ തന്നെ സ്കിപ്പ് ചെയ്ത് പോകാം. എന്തൊക്കെയാണെങ്കിലും രേണുസുതിയെ ബന്ധപ്പെട്ട് ചില ചാറ്റും കാര്യങ്ങളൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ലീക്ക് ആയിട്ടുണ്ട്. രേണുസുതി ഈ പറയുന്ന ഒരു വ്യക്തിയോട് വിലപേശുന്ന രീതിയിലുള്ള ചില ചാറ്റും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ലീക്ക് ആയിരിക്കുന്നത്. ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലെ റിയാക്ഷൻ വീഡിയോസ് ഇടുന്ന എല്ലാവിധ യൂട്യൂബേഴ്സും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും ഈ ഒരു ചാറ്റിനെ ബന്ധപ്പെട്ടുകൊണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു ചാറ്റിന്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ള കാര്യം നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. ഈ ഒരു രേണുസുതിക്ക് ഇപ്പോൾ ഇൻസ്റ്റഗ്രാം വഴി സബ്സ്ക്രിപ്ഷനിലൂടെ ലക്ഷക്കണക്കിന് രൂപ ഈ പറയുന്ന സബ്സ്ക്രിപ്ഷനിലൂടെ ഒരു എമൗണ്ട് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷനിൽ ഏകദേശം രേണുസുതിക്ക് 2183 സബ്സ്ക്രൈബേഴ്സ് ആണുള്ളത്. 180 രൂപ വെച്ചിട്ടാണ് ഒരാൾക്ക് രേണുസുതി ചാർജ് ചെയ്യുന്നത്. എങ്ങനെയൊക്കെ പോയാലും ഏകദേശം ഒരു 4 ലക്ഷം രൂപക്ക് താഴെ രേണുസുതിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഈ ഒരു സബ്സ്ക്രിപ്ഷനിലൂടെ മാത്രം നേടാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും സബ്സ്ക്രിപ്ഷനിലൂടെ രേണുസുതി ഈ പറയുന്ന എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ചില കണ്ടന്റുകളും കാര്യങ്ങളൊക്കെയാണ് തന്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഷെയർ ചെയ്യുന്നത്. എക്സ്ക്ലൂസീവ് കണ്ടന്റ് എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്, അതായത് ഈ പറയുന്ന രേണുസുതിയുടെ പല ശരീരഭാഗങ്ങളും സ്വകാര്യ ഭാഗങ്ങളും ഒരു വീഡിയോന്റെ രൂപത്തിൽ ചിത്രീകരിച്ചുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്യും. അപ്പൊ രേണുസുതിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർക്ക് ഈ ഒരു വീഡിയോ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട് രേണുസുതിക്ക് റിപ്ലൈ കൊടുത്തിട്ടുള്ള ഒരാളുടെ ചാറ്റാണ് ഇപ്പൊ ലീക്ക് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ചാറ്റ് ഞാൻ ഈ ഒരു സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഈ ഒരു ചാറ്റിൽ എന്താണ് രേണുസുതി പറഞ്ഞിരിക്കുന്നതെന്നും ആ ഒരു വ്യക്തി ചോദിച്ചിരിക്കുന്നതെന്നും ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു രേണുസുതിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഈ പറയുന്ന സ്റ്റോറീസിനും കാര്യങ്ങൾക്കൊക്കെ റിപ്ലൈ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് പുള്ളിക്കാരൻ. പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഞാൻ UK-ലാണ് താമസിക്കുന്നത്, അടുത്ത് തന്നെ നാട്ടിലേക്ക് വരുന്നതായിരിക്കും. അപ്പൊ നാട്ടിലേക്ക് വരുന്ന സമയത്ത് മീറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ എന്ന് ഈ പറയുന്ന ചാറ്റിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ രേണുസുതി അതിന് റിപ്ലൈ ആയിട്ട് എസ് കാണാം, എസ് ആക്കാം എന്നൊക്കെയുള്ള രീതിയിൽ, മീറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ പറയുന്ന പോലെ രേണുസുതിയുടെ പല ഫോട്ടോസും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ രേണുസുതിയുടെ എക്സ്ക്ലൂസീവ് കണ്ടന്റുകളിൽ പോകുന്ന ഈ പറയുന്ന ശരീരഭാഗങ്ങളുടെയൊക്കെ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരന് റിയാക്ട് ചെയ്തിട്ട് ഈ പറയുന്ന കിസ് ചെയ്യുന്ന ഇമോജി അതൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ രേണുസുതി അതിന് ഹേർട്ട് ഇമോജി റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ പറയുന്നത് പോലെ രേണുസുതിയുടെ അടുത്ത് എത്ര രൂപയായിരിക്കും നേരിട്ട് കാണാനായിട്ട് ചാർജ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ എൻ്റെ മാനേജറിനെ കോണ്ടാക്ട് ചെയ്യൂ എന്നുള്ള രീതിയിലൊക്കെ രേണുസുതി പറയുന്ന പല ചാറ്റുകളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഈ ഒരു ചാറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നേരിട്ട് കാണാനായിട്ട് ഇപ്പോൾ ഒരു കൂട്ടുകാരനെയോ അല്ലെങ്കിൽ ഒരു സബ്സ്ക്രൈബറിനെയൊക്കെ നേരിട്ട് കാണാനായിട്ട് ഈ ഒരു പണം വാങ്ങി ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടാവും. അതായത് തന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയെ കാണാനായിട്ട് ആരെങ്കിലും ഈ പറയുന്ന മാനേജറിനെ കോണ്ടാക്ട് ചെയ്ത് പണം വാങ്ങൂ അല്ലെങ്കിൽ പണം വേണം എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്ന ഏത് ക്രിയേറ്റർ ആണുള്ളത്? അപ്പൊ രേണുസുതിയുടെ ഈ ഒരു ഇൻഡ്യൂഷൻ, ഈ ഒരു സംഭവം ചെയ്യാനായിട്ടുള്ള ആ ഒരു താല്പര്യം അത്ര ശരിയായിട്ടുള്ള കാര്യമൊന്നുമല്ല. ഇനി ഇപ്പോൾ രേണുസുതിക്ക് ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഈ പറയുന്ന ചാറ്റും ഈ സ്ക്രീൻഷോട്ടുകളും കാര്യങ്ങളൊക്കെ ഒരു AI വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്, താൻ ചെയ്തതല്ല, ഇതിനോട് തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു ചാറ്റ് രേണുസുതിയുടെ ആണെന്നുള്ളത് ഇപ്പോൾ ഏകദേശം കൺഫേംഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചാറ്റിനെ ബന്ധപ്പെട്ടുകൊണ്ട് പറയാനായിട്ടുള്ള ഒരു കാര്യം, ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൂടെ സബ്സ്ക്രിപ്ഷൻ വഴി അത്യാവശ്യം പൈസ രേണുസുതി ഉണ്ടാക്കുന്നുണ്ട്. ഈ പറയുന്ന സോഷ്യൽ മീഡിയ വഴി ഈ പറയുന്ന അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ രേണുസുതിക്ക് ഒരു ഏണിങ്സ് ഷോർട്ട് ഫിലിം ആയാലും ആഡ് ഫിലിം ആയാലും പ്രൊമോഷൻ വർക്കുകളായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ മാനം വിറ്റും ജീവിക്കേണ്ട യാതൊരു ആവശ്യവും ഈ പറയുന്ന രേണുസുതിക്കില്ല. സോഷ്യൽ മീഡിയ പല സമയങ്ങളിലും രേണുസുതി ഇത്തരത്തിൽ അടിച്ചാക്ഷേപിക്കുന്നതിന്റെ ഒരു റീസണും ഇതൊക്കെ തന്നെയാണ്. കാരണം ഒരു രീതിയിലും ഉൾക്കൊള്ളാൻ പറ്റാത്ത പല കാര്യങ്ങളും രേണുസുതിയുടെ ഭാഗത്ത് നിന്ന് പല സിറ്റുവേഷൻസിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പെണ്ണ് സോഷ്യൽ മീഡിയയിൽ വന്ന് പല കാര്യങ്ങളും ഇത്തരത്തിൽ കാണിക്കുന്ന സമയത്ത് ജനങ്ങൾക്ക് അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ ഈ പറയുന്ന സുധിയുടെ പേരിൽ അല്ലെങ്കിൽ സുധിച്ചേട്ടന്റെ പേരിൽ കാണിക്കുകയും ഇത് സോഷ്യൽ മീഡിയയിൽ വന്നൊരു കണ്ടന്റുകളാക്കി ജനങ്ങളിലേക്ക് ഇത് എത്തിക്കുമ്പോഴും ഈ പറയുന്ന ജനങ്ങൾ അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയില്ലേ, ആ അഭിപ്രായങ്ങൾ ചിലപ്പോൾ കേൾക്കേണ്ടി വരും. സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കുന്ന കാട്ടായത്തിന് തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിൽ അതിനുള്ള റിപ്ലൈ കിട്ടും. ആ ഒരു റിപ്ലൈ ഉൾക്കൊള്ളാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ മാന്യമായിട്ട് നടക്കണം, ഇത്തരത്തിലുള്ള പരിപാടിക്ക് പോവരുത്.
എന്തൊക്കെയാണെങ്കിലും ഈ ഒരു ചാറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. ഒത്തിരി വീഡിയോസും കാര്യങ്ങളും ഈ ഒരു ചാറ്റിനെ ബന്ധപ്പെട്ടുകൊണ്ട് കാണുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു ചാറ്റിനെ ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്